അതിന്റെ പ്രാദേശിക സഖ്യകക്ഷികൾക്കുമെതിരായ തങ്ങളുടെ തുടർച്ചയായ സൈനിക നീക്കത്തിന്റെ വ്യാപ്തി വിശദീകരിച്ച ഇസ്രായേൽ പ്രതിരോധ സേന യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സെൻട്രൽ കമാൻഡുമായി ചേർന്ന് നടത്തിയ ഏകോപിത ആക്രമണത്തിന്റെ ഭാഗമായി ആയിരക്കണക്കിന് ലക്ഷ്യങ്ങൾ ആക്രമിച്ചതായിട്ടാണ് അവകാശപ്പെടുന്നത്. ഇറാനിയൻ ഭീകര ഭരണകൂടത്തെയും അതിന്റെ പ്രോക്സികളുടെ ശൃംഖലയെയും ഗണ്യമായി ദുർബലപ്പെടുത്തുക എന്നതാണ് US സേനയുടെ ഒരു മാസം മുൻപ് ആരംഭിച്ച സംയുക്ത ഓപ്പറേഷൻ ലക്ഷ്യമിടുന്നതെന്നും IDF വക്താവ് ബ്രിഗേഡിയർ ജനറൽ എഫി ഡെഫ്രിൻ എക്സിലെ ഒരു പോസ്റ്റിലെ വീഡിയോ സന്ദേശത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. 4000-ലധികം ലക്ഷ്യങ്ങൾ ആക്രമിക്കപ്പെട്ടു. അവയിൽ 10,000-ലധികം ഭീകര ഘടകങ്ങൾ ഉണ്ടായിരുന്നു. പ്രധാന ഭീകരനായ അലി ഖമേനിയെ ഇല്ലാതാക്കിയെന്നും IDF പറഞ്ഞു. ഇറാനിയൻ വ്യോമാതിർത്തികൾക്ക് മുകളിലൂടെ കടന്നുപോയ ഒരു ഇറാനിയൻ വിമാനം ഇസ്രായേലി ആതിർ യുദ്ധവിമാനം വെടിവെച്ചിട്ടതായി റിപ്പോർട്ട് ചെയ്തു. വ്യോമാക്രമണങ്ങളും ലെബനനിലേക്കുള്ള കരസേനാ പ്രവേശനവും ഉൾപ്പെടെ ഹിസ്ബുള്ളയ്ക്കെതിരായ പ്രവർത്തനങ്ങൾ തീവ്രമാക്കിയതായും പ്രസ്താവനയിൽ എടുത്തു കാണിച്ചു. കൂടുതൽ പ്രവർത്തന വിശദാംശങ്ങൾ നൽകിക്കൊണ്ട് 800-ലധികം ആക്രമണങ്ങൾ നടത്തിയതായും ഏകദേശം 10,000 യുദ്ധോപകരണങ്ങൾ ഇറാനിലുടനീളം വർഷിച്ചതായും വക്താവ് പറഞ്ഞു. ഇറാനിയൻ ഭരണകൂടവുമായി ബന്ധമുള്ള 2000-ലധികം സൈനികരും കമാൻഡർമാരും കൊല്ലപ്പെട്ടതായും ഏകദേശം 5000 പുതിയ ലക്ഷ്യങ്ങൾ തിരിച്ചറിഞ്ഞതായും IDF അവകാശപ്പെട്ടു. 24 മണിക്കൂറിനുള്ളിൽ വ്യോമസേന ടെഹ്റാന്റെ ഹൃദയഭാഗത്തേക്ക് വഴിയൊരുക്കി. വെറും 40 സെക്കൻഡിനുള്ളിൽ ഇറാനിയൻ ഭീകര ഭരണകൂടത്തിലെ ഏകദേശം 40 മുതിർന്ന ഉദ്യോഗസ്ഥരെ ഇല്ലാതാക്കി. ഇറാനും സഖ്യകക്ഷികളും ഇസ്രായേലിനെ ഭീഷണിപ്പെടുത്തുന്നത് തടയുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും IDF ആവർത്തിച്ചു. ഭീകര ഭരണകൂടത്തെയും അതിന്റെ പ്രോക്സികളെയും ഇസ്രായേൽ പൗരന്മാർക്കും ഇസ്രായേൽ രാജ്യത്തിന്റെ നിലനിൽപ്പിനും ഭീഷണിയാകാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നും പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു. അതേസമയം ഇറാനിലെ ഭൂഗർഭ സൈനിക ലക്ഷ്യങ്ങളിൽ US സൈന്യം കൃത്യമായ ആക്രമണം നടത്തിയതായി US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. അതിർത്തികൾക്കപ്പുറം അർത്ഥവത്തായ രീതിയിൽ അധികാരം പ്രദർശിപ്പിക്കാനുള്ള ഇറാൻ ഭരണകൂടത്തിന്റെ കഴിവിനെ കൂടുതൽ താഴ്ത്തുന്നതിനായി ഇറാന്റെ ഉള്ളിലെ ഭൂഗർഭ സൈനിക ലക്ഷ്യങ്ങളിൽ US സൈന്യം കൃത്യതയുള്ള യുദ്ധോപകരണങ്ങൾ വർഷിക്കുന്നുവെന്നും എക്സിലെ ഒരു പോസ്റ്റിൽ സെൻകോപ്പ് പറഞ്ഞു. അതേസമയം ഇറാനുമായുള്ള സംഘർഷത്തിൽ കൈവരിച്ച വലിയ നേട്ടങ്ങളെ പ്രശംസിച്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേൽ US സംയുക്ത ശ്രമം ടെഹ്റാൻ സർക്കാരിനെ ക്രമാനുഗതമായി തകർക്കുകയാണെന്നും അതേസമയം ജൂതരാഷ്ട്രത്തിന് നിലനിൽപ്പിനുള്ള അപകടങ്ങൾ ഇല്ലാതാക്കുകയാണെന്നും പ്രസ്താവിച്ചു. പെസഹ പെരുന്നാളിന് മുന്നോടിയായി ചൊവ്വാഴ്ച വൈകുന്നേരം ഹീബ്രു ഭാഷയിൽ പൊതുജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇറാനിയൻ ഭരണകൂടം ഉടൻ അല്ലെങ്കിൽ പിന്നീട് തകരുമെന്ന് നെതന്യാഹു ഊന്നി പറഞ്ഞു. ഇറാൻ ഉയർത്തുന്ന കൂട്ടായ ഭീഷണിയെ നേരിടാൻ ഇസ്രായേൽ ഒരേ സമയം മേഖലയിലെ പ്രധാന രാജ്യങ്ങളുമായി പുതിയ സഖ്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പ്രധാനമന്ത്രി പ്രത്യേക രാഷ്ട്രങ്ങളുടെ പേര് പറഞ്ഞില്ലെങ്കിലും ഉടൻ തന്നെ ഈ സുപ്രധാന സഖ്യങ്ങളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അതേസമയം ചൊവ്വാഴ്ച ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷൻ ഗാർഡ്സ് കോർപ്പ് നാവികസേന ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 4ന്റെ 88ാമത് തരംഗത്തിന്റെ ഭാഗമായി US ഇസ്രായേലി ലക്ഷ്യങ്ങൾക്കെതിരെ പുലർച്ചെ 4 ഓപ്പറേഷനുകൾ നടത്തിയതായി പ്രസ് TV റിപ്പോർട്ട് ചെയ്തു. ശത്രു സൈന്യത്തിന്റെ സ്ഥാനങ്ങൾക്കെതിരെ നാവികസേന കടുത്ത ആക്രമണം നടത്തിയതായി ഇറാൻ പറഞ്ഞതായി പ്രസ് TV റിപ്പോർട്ട് ചെയ്തു. പേർഷ്യൻ ഗൾഫിന്റെ മധ്യഭാഗത്ത് വെച്ച് എക്സ്പ്രസ് ഹാൽഫോങ് എന്ന് പേരിട്ടിരിക്കുന്ന ഇസ്രായേലിന്റെ കണ്ടെയ്നർ കപ്പലിൽ ബാലിസ്റ്റിക് മിസൈലുകൾ പതിച്ചതായി പ്രസ്താവനയിൽ പറയുന്നുണ്ട്. രണ്ടാമത്തെ സംയുക്ത ഓപ്പറേഷനിൽ UAE തീരത്തുള്ള US മറൈൻ സൈനികരുടെ ഒളിത്താവളം ലക്ഷ്യമാക്കി സ്ഫോടനാത്മകമായ ഡ്രോണുകൾ ആക്രമണം നടത്തി. ബഹ്റൈനിലെ മനാമ വിമാനത്താവളത്തിന് സമീപമുള്ള തങ്ങളുടെ താവളത്തിന് പുറത്ത് വിന്യസിച്ചിരുന്ന US 5th ഫ്ലീറ്റിന്റെ ഒരു കൗണ്ടർ ഡ്രോൺ സംവിധാനവും ഇറാൻ നശിപ്പിച്ചതായി പ്രസ് TV റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.